ഓരോ തലങ്ങളിലും ഇതുപോലത്തെ പല പരാമർശങ്ങളും പല വിമർശനങ്ങളും നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കും. ഞാനിപ്പോൾ നമ്മുടെ ബാഹ്യ ആകാരത്തെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ അത് തന്നെയാണ്. കുഞ്ഞിനെ കൊണ്ട് ഒരു പൊതുവേദിയിൽ പോയാൽ അത് അപ്പോൾ ജോലി കാര്യമായിട്ട് എടുക്കുന്നില്ല എന്നാവും. ഇനി കുഞ്ഞിനെ കൊണ്ടുപോകാതെ ജോലി കാര്യമായിട്ട് എടുത്താൽ നല്ല അമ്മയല്ല എന്നാകും. അങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞാലും അങ്ങോട്ട് തിരിഞ്ഞാലും ഒക്കെ നമുക്ക് ഒരുപാട് വിമർശനം വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു കാര്യത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരുവിധം സ്ത്രീകൾ നടന്നു നീങ്ങുന്ന പാത എന്നുള്ളത് ഇങ്ങനെ ഞങ്ങൾ മെഡിസിനിലെ അനസ്തീസിയയിൽ എപ്പോഴും പറയും, ലൈഫ് ആൻഡ് ഡെത്തിന് മടക്കുള്ള ഒരു വഴിയാണ് അനസ്തീസിയ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ടൈറ്റ് റോപ്പ് വാക്ക് എന്ന് നമ്മളെപ്പോഴും പറയും. ശരിക്കും അതുപോലെയാണ് ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ഒരു സ്ത്രീക്ക് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇങ്ങോട്ടായാലും അങ്ങോട്ടായാലും നമുക്ക് വിമർശനങ്ങൾ, പ്രതീക്ഷകളെ ഭങ്കുരപ്പെടുത്തുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ നമ്മുടെ ഐശ്ചികം, നമ്മുടെ ചോയ്സ് എന്നുള്ളത് പ്രധാനമാകുന്നത്, നമ്മുടെ തീരുമാനം എന്നുള്ളത് പ്രധാനമാകുന്നത്. ആ വിമർശനങ്ങൾക്കും ആ യാഥാസ്ഥിതികമല്ലാത്ത പരാമർശങ്ങൾക്കും നാം നിന്നു കൊടുക്കുകയാണോ വേണ്ടത്, വഴങ്ങിക്കൊടുക്കുകയാണോ വേണ്ടത്, അതോ അതല്ല ഇതാണ് എൻ്റെ തീരുമാനം, ഞാനത് അഭിമാന പുരസ്സരം ഏറ്റെടുക്കുന്നു, അതെൻ്റെ ഉത്തരവാദിത്തമായി ഞാൻ ജീവിച്ചു കാട്ടുന്നു എന്നുള്ളതാണോ നമ്മുടെ നിലപാട് എന്നുള്ളത് നാം തീരുമാനിക്കേണ്ടതായിട്ടിരിക്കുന്നു. ആ ഒരു തീരുമാനം കൈവരിക്കാനുള്ള പ്രാപ്തി എന്നുള്ളതാണ് വിദ്യാഭ്യാസം നമുക്ക് നൽകുന്നത്. വിദ്യാഭ്യാസം എന്നുള്ളത് നമുക്ക് സ്കൂളിലും കോളേജിൽ നിന്നും മാത്രം ലഭിക്കുന്നതല്ല, ജീവിതത്തിലുടനീളം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഓരോ വ്യക്തിയെയും നമ്മൾ കാണുമ്പോഴും ഓരോ സാഹചര്യത്തെയും നാം നേരിടുമ്പോഴും നാം എന്തെങ്കിലും അവിടെ നിന്നും പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത്. എക്കാലവും അതുപോലെ പഠിക്കുവാനും സ്വന്തം തീരുമാനങ്ങൾ സ്വന്തം ഉത്തരവാദിത്വത്തോടു കൂടി അഭിമാന പുരസ്സരം കൈക്കൊള്ളുവാനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രാപ്തി ഉണ്ടാകട്ടെ, ജീവിതത്തിൽ വിലസട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ഓൾ സയൻസ് കോളേജിലേക്ക് കയറി വരുമ്പോൾ ഇപ്പം ഞാനൊന്ന് പുറത്തിറങ്ങി ഒരു മീറ്റിങ്ങിന് പോയി വീണ്ടും കയറി വന്നു. അതിൽ ഒരു അസ്വാഭാവികത എനിക്ക് തോന്നാത്തത് ഇത് എൻ്റെ സ്വന്തം പ്രദേശമാണ് എന്നുള്ള ഒരു ചിന്തയും ഒരു തോന്നലും എൻ്റെ മനസ്സിലുള്ളതും കൂടെ കൊണ്ടാണ്.